ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒയാസിസ് മീഡിയയിലേക്ക് ഹൃദയപൂർവമായ സ്വാഗതം. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവജനവുമായി പങ്കുവയ്ക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങൾ വളരെ വിലപ്പെട്ടതായി കാണുന്ന ലോകരാജ്യങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന് ചൈതന്യം തരുന്ന, ആശ്വാസം പകരുന്ന, നമ്മുടെ ഹൃദയങ്ങൾക്ക് ഏറ്റവും വലിയ നിലയിൽ നമ്മൾ മാനിക്കപ്പെടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ അകത്തും പുറത്തും ഒരുപോലെ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31 മുതൽ വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളുടെ സ്വന്തന്മാരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവനോട്, ഞങ്ങളുടെ അബ്രഹാമിന്റെ സന്തതി ആർക്കും ഒരു നാട് ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനില്ല പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു എങ്കിലും എന്റെ വചനത്തിൽ നിങ്ങൾ ഇടം ഇല്ലായിക്കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. വാർത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാർ തന്റെ അടുക്കൽ വന്ന യഹൂദന്മാരോട് തുറന്നു പറഞ്ഞ ഒരു ദൈവത്തിന്റെ വചനമാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കാൻ ഇടയായി തീർന്ന്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. Then you will know the truth, truth will set you free. സത്യം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. ഇന്ന് മനുഷ്യരെല്ലാം അടിമത്തത്തിന് കീഴിലാണ്. അടിമത്തമില്ലെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാം ഓരോ നിലയിലെ അടിമത്തത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളാണെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. സ്വാതന്ത്ര്യമാണ് മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന കാര്യം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഇടയായി തീർന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. നമ്മൾ എന്നും ഓർക്കുന്ന കാര്യമാണ്, ഇപ്പോഴും സന്തോഷം പകരുന്ന കാര്യമാണ്. ഒരു രാഷ്ട്രത്തിന്റെ അടിമത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രം വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ രാജ്യങ്ങളിലും ഓരോ രാജ്യങ്ങളിലും അടിമത്തം ഉണ്ടായ ഒരു കാലഘട്ടം നമുക്കുണ്ടായത് ഓരോ രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും മൂലമായിട്ട് അതിനെയൊക്കെ നിർത്തൽ ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് നീക്കപ്പെടുവാനായിട്ട് ഓരോ രാജ്യങ്ങൾക്കും ഓരോ കാലയളവിൽ ഇടയായിട്ടുണ്ട്. ഇന്ത്യയെ സമയത്തോളം കഴിഞ്ഞ ദീർഘവർഷങ്ങളായി നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും നമ്മുടെ അടിമത്തത്തിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്നും നമ്മൾ ഇന്ത്യ സ്വതന്ത്രമായിട്ടില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. എല്ലാ നിലയിലും നമുക്ക് അടിമത്തത്തിന്റെ അനുഭവങ്ങളാണ് ലഭിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥകളാണ്. നമുക്ക് നമ്മളായി തന്നെ ഒന്നും ചെയ്യാനും കഴിയത്തില്ല. ഇവിടെ കൂടെ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് പോകാൻ കഴിയുകയില്ല. ഇവിടെ ഭവനങ്ങൾ നമുക്ക് സ്വന്തം ഭരിക്കാൻ കഴിയത്തില്ല. ഗവൺമെന്റിന്റെ കീഴിൽ അടിമത്തങ്ങളുണ്ട്. നമ്മുടെ ജാതി, രാഷ്ട്രീയ, സാമൂഹിക, മതവ്യവസ്ഥയുടെ കീഴിലൊക്കെ നമ്മൾ അടിമത്തം അനുഭവിക്കുന്നവരാണ്. അവരോട് യേശു പറയുകയാണ്, സത്യം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ലഭിക്കത്തുള്ളൂ. യേശു ഇവിടെ നമ്മൾ ഓർപ്പിക്കുന്ന യഥാർത്ഥമായ സത്യം എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തു തന്നെയാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നു മരിച്ചാലും ജീവിക്കും. സത്യത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന് പറയുന്നത് യേശുവിനെ അറിയുകയാണ്. യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റാണ്, യേശുവാണ്. യേശുക്രിസ്തു മറ്റു ദൈവങ്ങളുടെ കൂട്ടത്തിൽ ദൈവമല്ല, യേശുക്രിസ്തു ഏക ദൈവമാണ്. പാപികളുടെ പാപത്തിന്റെ പരിഹാരാർത്ഥം സ്വർഗത്തിൽ താഴഭൂമിയിലേക്ക് കടന്നു വന്ന മാനവജാതിയുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവാണ്. നമുക്കറിയാം, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം തന്നെ, മതനേതാക്കന്മാരെല്ലാം തന്നെ അണികളുടെ രക്തം കുടിച്ച് ആ രക്തത്തെ കൊണ്ട് നീന്തി തുടിച്ച് അക്കരെ കയറി നേതാക്കന്മാരായവരാണ്. അണികളെ കൊണ്ട് യുദ്ധം ചെയ്യിച്ച് ആ രക്തത്തിൽ കൂടെ അവർ അക്കരെ കയറി നേതാക്കന്മാരായവരാണ്. പക്ഷെ യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അണികളെ കൊന്നല്ല യേശു നേതാവായതും യേശു നമ്മൾ രക്ഷിച്ചതും സ്വന്തം രക്തം നമുക്ക് വേണ്ടി നൽകിയതാണ്. പഴയ നിയമത്തിലെല്ലാം
ആ കുഞ്ഞാട് എന്ന് പറയുന്നത്, അറക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്നത്, യാഗ കുഞ്ഞാട് എന്നൊക്കെ പറയുന്നത് സാക്ഷാൽ നമ്മുടെ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായ ചിത്രം നമ്മൾ കാണുകയാണ്. കുഞ്ഞാട് എന്ന് പറയുമ്പോൾ, നമുക്ക് അറക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അതെല്ലാം യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗത്തെ കാണിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള മോചനമാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ളതായ ഒരു വീണ്ടെടുപ്പ് നമുക്ക് ലഭിക്കാനായിട്ട് ഇടയാത്തിയത്. അപ്പൊ അത് മനസ്സിലാക്കേണ്ട കാര്യം, യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം ലഭിക്കും. അപ്പൊ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കുവാനാണ് മനുഷ്യനോട് ദൈവം ആഗ്രഹിക്കുകയും യേശുക്രിസ്തുവിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. പാപിയായ മനുഷ്യൻ, പാപത്തിൽ അടിമയായ മനുഷ്യൻ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, പാപിയെ തേടി ഭൂമിയിലേക്ക് വന്ന യേശുക്രിസ്തു കാൽവരി മരണത്താൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കെ നമ്മൾ ശുദ്ധീകരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയാറ്. അപ്പോൾ ദൈവത്തിന്റെ വചനത്താലും യേശുവിന്റെ രക്തത്താലും ഉള്ളതായ മോചനം പ്രാപിക്കുന്ന ഒരുവന് മാത്രമേ യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, യഥാർത്ഥമായ രക്ഷയുടെ അനുഭവം ഉണ്ടാകണം. എന്താണ് രക്ഷ എന്ന് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പൊ രക്ഷിക്കപ്പെടുകയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യത്തെ പടി. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ പടി രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തെ അംഗീകരിക്കുക. അതോടൊപ്പം തന്നെ ഇതുവരെ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളോടും നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിച്ചോട്ട് ഇനിയും പാപം ചെയ്യത്തില്ല എന്ന് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്നതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. 10 കുപ്പി കുടിക്കുന്നതിന് 2 കുപ്പിയായി കുറയ്ക്കുന്നതോ 10 ബീഡി വലിക്കുന്നതിന് 2 കുറയ്ക്കുന്നതോ അല്ല രക്ഷ എന്ന് പറയുന്നത്. രക്ഷ എന്ന് പറയുന്നത് അതിന് മേലിൽ ആവർത്തിക്കത്തില്ലെന്ന് തീരുമാനിക്കുന്നതാണ്. നമ്മുടെ നാട്ടുഭാഷ പറയാറുണ്ടല്ലോ, പറ്റിയ മാനസാന്തരം 3 മാസമാണ്. പല ആളും അങ്ങനെയാണ്. തൽക്കാലം ഒരു ഉണർവുണ്ടാവും, തൽക്കാലം ഒരു ചിന്തയുണ്ടാവും, അവസാനം പിന്നെ 3 മാസം കഴിയുമ്പോൾ അവരെ പിന്നെ കാണത്തേയില്ല. എൻ്റെ ക്രിസ്തു ജീവിതത്തൊക്കെ എൻ്റെ കൂടെ ഒക്കെ ഇറങ്ങിയ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അവരാരും പിന്നെ കണ്ടിട്ടേ ഇല്ല. ഒരു കൂട്ടം ആളുകളെ, ചുരുക്കം ചില ആളുകൾ, ബാക്കിയുള്ളവർ തിരിഞ്ഞുപോയി. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് റണ്ണിങ് റേസാണ്, അവസാനം വരെ ഓടി എത്തുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ, പാപമോചനത്തിനുള്ള ഒരു വഴിയായി ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, യഥാർത്ഥമായി യേശുവിനെ അറിയുന്ന, യേശുവിന്റെ മകനായി തീരുന്ന, യേശുവിന്റെ മകളായി തീരുന്ന ആ പ്രക്രിയ അത് 100% വിശ്വാസത്തിലാണ്. അതിന് യാതൊരു കർമ്മങ്ങളുടെ ആവശ്യമില്ല. ഇന്ന് മനുഷ്യരുടെ കർമ്മമാർഗങ്ങൾ കൂടെയുള്ള നെട്ടോട്ടമാണ്. അപ്പൊ നമുക്കൊരു കാര്യം ഫ്രീ ആയി കിട്ടിയെന്ന് പറയുമ്പോൾ അതിന് വലിയ വിലയില്ല. എന്നാൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് കിട്ടിയാൽ നമുക്ക് അതിന് കാര്യമുണ്ട്. ഓക്സിജൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്, നമുക്കതിന് വലിയ വിലയില്ല. പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് അത് സിലിണ്ടർ വെച്ച് നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ അതിന് ഓരോ ദിവസം 10,000, 2,000, 3,000 രൂപയുടെ ബില്ല് നമുക്ക് വരുമ്പോൾ അത് നമുക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം നമുക്ക് അതിന്റെ വില മനസ്സിലാകും. ഇതുപോലെ തന്നെ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ശ്വസിക്കാനായി ദൈവം വെച്ചിരിക്കുന്ന വാതകം ഓക്സിജനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, നൈട്രജൻ അല്ല, മറ്റൊരു വാതകവുമല്ല, ഓക്സിജനാണ്. അമേരിക്കക്കാരനായാലും റഷ്യക്കാരനായാലും ഇന്ത്യക്കാരനായാലും ഓസ്ട്രേലിയക്കാരനായാലും ഏതൊരു രാജ്യക്കാരനും ഈ ഭൂമി ജീവിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഓക്സിജൻ ശ്വസിക്കണം. ഒരുത്തൻ ഓക്സിജൻ ശ്വസിക്കുന്നില്ലെങ്കിൽ അവന്റെ മൂക്ക് പൊത്തി നിന്നാൽ ദൈവം ഉത്തരവാദിയല്ല. ദൈവം തന്ന ദാനം അവൻ തിരസ്കരിച്ചുകൊണ്ട് അവൻ ചത്തുപോയി. അവൻ ആത്മഹത്യ ചെയ്തു മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എല്ലാ രാജ്യക്കാർക്കും, എല്ലാ മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്ന ഓക്സിജനാണ്. അത് ഫ്രീ ആണ്, ആർക്കും അത് അനുഭവിക്കാം. അവരുടെ മൂക്കിന്റെ വാതിക്കൽ ദൈവം തന്നിരിക്കുകയാണ്, അത് ഫ്രീ ആണ്, നമുക്ക് എടുക്കാം. ഇതുപോലെയാണ് രക്ഷയും. എല്ലാ മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്ന ഏക പരിഹാര മാർഗം യേശുക്രിസ്തു കാൽവരി മരണത്തിലെ രക്ഷ ഉള്ള യാഗമാണ്. അതുകൊണ്ടാണ് ഭൂലോകത്തിന് ഒത്ത നിരക്കാണ് യേശു കാൽവരി നമുക്ക് വേണ്ടി മരിച്ചത്. എല്ലാ മനുഷ്യരും ഒരുപോലെ ആസ്വദിക്കാനുള്ളതാണ്. പക്ഷെ അത് ഫ്രീ ആയതുകൊണ്ട് മനുഷ്യർക്ക് അതിനെക്കുറിച്ച് ഒരു താല്പര്യമില്ല. ഫ്രീ ആയ കാര്യം അതിനെ നമ്മളെ തിരസ്കരിക്കുന്ന ഒരു രീതിയാണ് സാധാരണഗതി കണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, രക്ഷ ദൈവത്തിന് ദാനമാണ്. അതിന് 5 പൈസയുടെ മുടക്കില്ല. ഒരു കർമ്മം അതിന് വേണ്ടി ചെയ്യേണ്ട, മറ്റൊരു കർമ്മങ്ങൾ പോലെ ഒരു നദിയിൽ പോയി കുളിക്കുകയോ മറ്റൊരു കാര്യവും നമ്മൾ അതിന് വേണ്ടി ചെയ്യണ്ട. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പ്, നിൽക്കുന്ന നിപ്പിൽ യേശു ഞാൻ പാപിയാണ്, പാപത്തെ ക്ഷമിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കുമോ അവരുടെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വരും. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. യഥാർത്ഥ രക്ഷ അനുഭവം ഉണ്ടാകും. പാപമൊക്കെ
എവിടെയൊക്കെയോ പോയി മറിഞ്ഞതുപോലെ നമുക്ക് തോന്നും. മനസ്സിൽ വലിയ ഭാരം ഒഴിഞ്ഞു മാറും. മദ്യപാനം നിൽക്കും, മദ്യാസക്തി നിൽക്കും, കഞ്ചാവ് ചരസം ഉപയോഗിക്കുന്ന ആ പ്രക്രിയകൾ നമ്മുടെ മനസ്സിൽ ഓടി മറിഞ്ഞു പോകും. വിശുദ്ധി ജീവിക്കണം, വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിക്കൂടെ മാത്രം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, അടുത്ത കാലത്തൊക്കെ ആൾ ദൈവങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ. 10 കോടി ആളുകളൊക്കെ 5 കോടി ആളുകളൊക്കെ ഫോളോവേഴ്സിലുള്ള ആൾ ദൈവങ്ങളെ കുറിച്ച് അടുത്ത് പരിചയിച്ച് മനസ്സിലാകുന്നു. അവർ പേഴ്സണൽ ലൈഫിൽ വലിയ കൃത്യവിലോപങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തിപ്പോൾ ജയിലിട്ടിരിക്കുകയാണ് ദീർഘകാലത്തേക്ക്. അപ്പൊ വിശുദ്ധരെന്ന് പറയുകയും ദൈവങ്ങളെന്ന് പറയുകയും ചെയ്യുമ്പോഴും അവർ രഹസ്യ ജീവിതത്തിൽ പാപം ചെയ്യുന്നവരായിരുന്നു. പക്ഷെ യേശുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. യേശു തന്നെ ചോദിച്ചു, നിങ്ങൾ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് കുറ്റം വിധിക്കാനും കഴിയുമെന്ന് യേശു ചോദിച്ചത്. ആർക്ക് കുറ്റം വിധിക്കാനും കഴിയും? നിങ്ങൾക്കറിയാം, യേശുവിന്റെ ക്രൂശിൽ കിടന്ന കള്ളം പറഞ്ഞു, നമ്മൾ പാപം ചെയ്തിട്ടാണ് ക്രൂശിൽ കിടക്കുന്നത്. എന്നിട്ട് പറയാണ്ട് എവനോ ഒന്നും ചെയ്തിട്ടില്ല, അരുതാത്ത ചെയ്തിട്ട് ക്രൂശിൽ കിടക്കുകയാണ്. യേശുവിന് വിട്ടുകൊടുത്ത യൂദ പറഞ്ഞു എന്താന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ യൂദ അമ്മൻ വളരെ മനപ്രയാസപ്പെട്ടു പോയി കെട്ടിച്ചെഞ്ചാകുകയായിരുന്നു. യേശുവിനെ വിസ്തരിച്ച് പീലാത്തോസ് എന്താ പറഞ്ഞത്? ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞ് വെള്ളമെടുത്ത് എല്ലാവരും കണക്ക് കൈ കഴുകുകയാണ് ചെയ്തത്. പീലാത്തോസിന്റെ ഭാര്യ എന്താ പറഞ്ഞത്? ഭാര്യ, ഞാൻ നീതിമാരെ കാത്ത് നിങ്ങൾ ഇടപെടരുത്. ലക്ഷക്കണക്കിന് ആളുകളുമായിട്ട് യേശു ഇടപെട്ടെങ്കിലും ആർക്കും ഒരു കുറ്റവും യേശു കാണാൻ കഴിഞ്ഞില്ല. അതാണ് കർത്താവിന്റെ പ്രത്യേകത. പാപമറിയാത്ത, പാപം ചെയ്യാത്ത, പാപമേശാത്ത യേശു പാപികളായ നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു. അവന്റെ രക്തം നിർദോഷമായ രക്തമായിരുന്നു. അവന്റെ രക്തം പാപങ്ങളെ കഴുകിക്കളയുന്ന രക്തമായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ള കാര്യം, നമ്മുടെ പാപങ്ങളിൽ നിന്നൊരു മോചനം, ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടാകണം. പല ആൾക്കും ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്, പക്ഷേ അതിനവർക്ക് കഴിയുന്നില്ല. പാപം ചെയ്യാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയം വരുമ്പോൾ പാപം ചെയ്തു പോവുകയാണ്. മദ്യപാനികൾ അങ്ങനെയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തീരുമാനിക്കും കുടിക്കരുത്. വൈകിട്ട് ആകുമ്പോൾ നമുക്ക് കുടിക്കാൻ ടെൻഡൻസി ഉണ്ട്. മദ്യം ഒരു പിശാച. ഒരിക്കലും കാര്യം ഞാൻ പറയുന്നു, ബൈബിളിൽ പറയുന്ന മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുന്നവരാണ്. ക്രിസ്ത്യാനിയായ മദ്യപാനിയാണെങ്കിലും പള്ളിയിലെ രജിസ്റ്ററിൽ പേരുള്ള മദ്യപാനിയാണെങ്കിലും എത്ര ആഢ്യതയുള്ളവനാണെങ്കിലും അവനെ സ്വർഗത്തിൽ പോകത്തില്ലെന്നും ബൈബിള് പറയുന്നുണ്ട്. ഇവിടുത്തെ അച്ഛന്മാരോ തിരുമേനിമാരോ പാസ്റ്റർമാരോ ആര് പറഞ്ഞാലും അതിന് വിലയില്ല. ബൈബിള് പറയുന്നതിനാണ് വിലയുള്ളത്. അത് ജീവിതത്തെ ജീവിക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുകയും നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ കാക്കുകയും ചെയ്യണം. ഹൃദയത്തെ വിശുദ്ധിയിൽ കാക്കണം, ശരീരത്തെ വിശുദ്ധിയിൽ കാക്കണം. ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വസിക്കുന്നതാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിക്കാനും പാടില്ല. ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്ന ദൈവത്തെ വചനം പറയുകയാണ്. അപ്പൊ നമ്മുടെ നാവ്, നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ദൈവത്തിന് സമർപ്പിക്കണം. പറയാൻ എളുപ്പം, പക്ഷേ ജീവിതത്തിന്റെ ഡേ ടു ഡേ ലൈഫിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. പലരും ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് എന്താണെന്നറിയാമോ? ആദ്യമൊക്കെ കുറച്ചു നാളൊക്കെ അവരങ്ങനെ നിൽക്കും, പക്ഷെ കുറച്ചു കഴിയുമ്പോൾ കൈവിട്ടു പോകുകയാണ് അവർ. ആത്മീയ ജീവിതത്തിൽ പിന്നെ അവരെ കാണുന്നേ ഇല്ല. പ്രാർത്ഥനയ്ക്കാണെങ്കിൽ പാട്ടുള്ളത് സഭ ആരായിരിക്കും അവർ പോകത്തില്ല, കൈവിട്ടു പോവുകയാണ്. കൈവിട്ടു പോകുന്ന ആത്മീയത കൊണ്ട് ദൈവത്തിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ബൈബിളിൽ പറയുന്നതിന് ദൈവമേ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം, സേവിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം, യഥാർത്ഥ സ്വാതന്ത്ര്യം, യഥാർത്ഥ രക്ഷയാണ്. യഥാർത്ഥ രക്ഷ യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ്. അതാണ് then you will know the truth. നിങ്ങൾ സത്യം അറിയുമ്പോൾ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പണ്ടിങ്ങനെ കഥ ഞാൻ കേട്ടിട്ടുണ്ടോ? പണ്ട് അടിമക്കച്ചവടം, ഏബ്രഹാം ലിങ്കന്റെ കാലത്തെ അടിമക്കച്ചവടം നിലനിന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇന്ന് നമ്മുടെ അറവുശാലകളിലും ഈ മാടുകളെ വിൽക്കുന്ന ചന്തകളൊക്കെ മാടുകളെ കൊണ്ട് വിൽക്കാൻ നിൽക്കുന്ന പോലെ അന്നത്തെ കാലത്ത് മനുഷ്യരെ വിൽക്കാൻ കൊണ്ട് നിർത്തുമായിരുന്നു അടിമക്കച്ചവട കാലത്ത്. ഇപ്പൊ അമേരിക്കയിൽ ഒരു അടിമച്ചന്ത നടന്നൊരു സംഭവം ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു ഭവനത്തിലെ അപ്പനും അമ്മയും 2 കുഞ്ഞുങ്ങളെയും അടിമച്ചന്തയെ വിൽക്കാൻ കൊണ്ടുവന്നു. ഒരു മനുഷ്യൻ വിൽക്കാൻ കൊണ്ടുവന്ന അങ്ങേരെ വില പറഞ്ഞ്, നമ്മുടെ ഒരു ലേലം വിളിക്കുന്ന പോലെ വില പറഞ്ഞ് ഓരോരുത്തരെ വിൽക്കുകയാണ്. അപ്പനെ വിറ്റു, അമ്മയെ വിറ്റു, 2 കുഞ്ഞുങ്ങളെയും വിറ്റു. 4 പേർക്കാണ് വിറ്റത്. ഒരു കുടുംബമായി കൊണ്ടുവന്ന ഈ കുടുംബത്തിലെ വ്യക്തികളെ ആ ദുഷ്ടനായ മനുഷ്യൻ 4 പേർക്കാട്ടെ ലാഭത്തിന് വിറ്റു.
ലാഭത്തിന് വിറ്റ് കഴിഞ്ഞപ്പോൾ 4 പേരും നിലവിളിച്ച് കരയുകയാണ്. മനുഷ്യജീവനല്ലേ, ആത്മാവുള്ളവരല്ലേ, അവർക്ക് ഒരിക്കലും കാണാൻ പറ്റും, സ്വന്തം അപ്പനെ കാണാൻ പറ്റും, സ്വന്തം അമ്മയെ കാണാൻ പറ്റും, സ്വന്തം കുഞ്ഞുങ്ങളെ കാണാൻ പറ്റത്തില്ല. നിലവിളിച്ച് കരയുകയാണ്. പക്ഷെ നിലവിളിയൊന്നും കേൾക്കാൻ ആരുമില്ല. നിലവിളി കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. കാരണം അവർക്ക് അടിമക്കച്ചവടം അങ്ങനെ വളരെ ആ നിലനിന്നൊരു കാലമായിരുന്നു അത്. അത് അന്നത്തെ കാലത്ത് ഒരു സാധാരണ സംഭവമായിരുന്നു. നമ്മുടെ ഇന്നത്തെ കാലത്ത് മാടുകളെ കച്ചവടം ചെയ്യുന്ന പോലെ അന്നത്തെ കാലത്ത് സാധാരണ സംഭവമായിരുന്നു. അങ്ങനെ ഇരുന്ന സന്ദർഭത്തിൽ സംഭവിച്ച കാര്യം, ഈ ഇവരുടെ ഈ കൂട്ടം നിലവിളി കേട്ടോണ്ടൊരു മനുഷ്യനെ ആ അടിമച്ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യന് കരഞ്ഞോണ്ടിരുന്ന കുഞ്ഞിനോട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? അവൻ പറഞ്ഞു, ഞങ്ങളെ കുടുംബമായിട്ട് വന്നതാണ്, ഞങ്ങളെ 4 പേർക്ക് വിറ്റു. എനിക്ക് എന്റെ അപ്പനെ കാണാൻ പറ്റത്തില്ല, അമ്മയെ കാണാൻ പറ്റത്തില്ല, ആരെയും കാണാൻ പറ്റത്തില്ല, എന്റെ സഹോദരനെ കാണാൻ പറ്റത്തില്ല. ആ മനുഷ്യൻ ചോദിച്ചു, അത്രയേ ഉള്ളൂ, ഞാൻ ആ കാര്യം ഏറ്റു. ആ ആരാണോ വാങ്ങിയത്, ആ വാങ്ങിയ മനുഷ്യന് അന്നത്തെ വാങ്ങിയ വിലയുടെ ഡബിൾ പൈസ കൊടുത്ത ആ കുഞ്ഞിനെ തിരിച്ചു വിലയ്ക്കും വേണ്ടി. അത് ഞോട് ചോദിച്ചു, നിന്റെ സഹോദരനോടാ? സഹോദരനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ സഹോദരനെ വാങ്ങിയ ആളുടെ അടുക്കൽ ഈ മനുഷ്യൻ ചെന്നു. ആ മനുഷ്യൻ വാങ്ങിയ വിലയുടെ ഡബിൾ പൈസ കൊടുത്ത് അവനെ വിലയ്ക്ക് വാങ്ങി. അവിടുന്ന് ആ കുഞ്ഞോട് ചോദിച്ചു, അപ്പനും അമ്മയും എന്ത് ചെയ്യുക? ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പനെ അമ്മയെ 2 പേര് വാങ്ങിയിരിക്കുക. 2 പേരും അടുക്കൽ ഈ മനുഷ്യൻ ചെന്നു. ഈ കുഞ്ഞുങ്ങളെ വാങ്ങിയ പോലെ ആ വാങ്ങിയ ആൾക്ക് ഡബിൾ പൈസ കൊടുത്ത് അവരെ വിലയ്ക്ക് വാങ്ങി. 4 പേർക്ക് വിറ്റ ഈ 4 കുഞ്ഞുങ്ങളെ ഈ നല്ലവനായ മനുഷ്യന് ഡബിൾ വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഒരു കുടുംബമാക്കി. എന്നിട്ട് ഈ മനുഷ്യൻ ഈ അടിമ ഫാമിലിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് എനിക്ക് അടിമയാക്കാനല്ല, നിങ്ങളെ ഫ്രീ ആയിട്ട് വിടാനാണ്. നിങ്ങൾ ഇനി ആർക്കും അടിമകളല്ല, ഞാൻ പണം തന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ഇനി ആരും അടിമകളാക്കുക, നിങ്ങൾ ഇനി അടിമയല്ല, ഞാൻ നിങ്ങളെ ഇന്ന് തൊട്ട് സ്വതന്ത്രമായി ഫ്രീഡമായി വിടാൻ പോവുകയാണ്. 4 പേര് ഉറക്കം നിലവിളിച്ചു. അവർ ചെയ്ത കാര്യം, അവർ 4 പേരും ഓടി വന്ന് ഈ മനുഷ്യന്റെ കാൽപാദത്തിൽ ഇവിടെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്നിട്ട് ആ മനുഷ്യൻ ആ അടിമകൾ 4 കൂടെ പറഞ്ഞത്, ഞങ്ങൾ ഇനി ആരുടെ അടുക്കലേക്ക് ഇനി 4ആയിട്ട് പോകുന്നില്ല, ഞങ്ങൾ ഇനി ഒരിക്കലും ഒരു കുടുംബമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ ഇനി അങ്ങേക്ക് അടിമകളായി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ 4 സ്ഥലത്ത് പോകേണ്ടിരുന്നു, ഞങ്ങളെ അങ്ങ് വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങേക്ക് അടിമകളായിരിക്കും, ഞങ്ങൾക്ക് അങ്ങേ വിട്ടു പോകേണ്ട, അങ്ങേക്ക് അടിമയായിരിക്കും എന്ന് പറഞ്ഞ് 4 പേരും കാലിൽ വീണ് കരഞ്ഞ് ആ മനുഷ്യനോട് വിട്ടുപോയി അദ്ദേഹത്തിന് അടിമയാകാനായിട്ട്. വിലയ്ക്ക് വാങ്ങിയ മനുഷ്യനെ അടിമയാകാനായിട്ട് അവരങ്ങോട്ട് പോയി. അവരെ ആ നല്ല മനുഷ്യൻ ചേർത്ത് പിടിച്ചു, വിലയ്ക്ക് വാങ്ങിയ മനുഷ്യൻ ചേർത്ത് പിടിച്ചു. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവ് കാൽവരിയിൽ നമുക്കൊണ്ട് ചെയ്ത്. ശ്രദ്ധിച്ചേക്കണേ, സാത്താന്റെ അടിമച്ചന്തയിൽ നമ്മളെ വില പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. സാത്താൻ നമ്മളെ പന്താടുകയായിരുന്നു. വിട്ടാലും വിടാത്ത പാപങ്ങള്, മുറുകെ പറ്റുന്ന പാപങ്ങള്, തകർക്കുന്ന പാപങ്ങള്, മരണത്തിലേക്ക് നീക്കുന്ന, ആത്മഹത്യയിലേക്ക് നീക്കുന്ന എത്രയോ ദുരിതമായ അനുഭവങ്ങൾ കൂടിയാണ് നമ്മൾ കടന്നുപോയത്. ആ അനുഭവങ്ങളൊക്കെ നടുവില്ലേ കാൽവരിക്കുരിശിൽ കർത്താവ് ഇറങ്ങി വന്ന നല്ല മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു. ഈ മനുഷ്യൻ പണം കൊടുത്താൽ വാങ്ങിയെങ്കിൽ കർത്താവ് നമ്മൾ വിലയ്ക്ക് വാങ്ങിയത് പണം കൊണ്ടല്ല, ആ വിലയ്ക്ക് വാങ്ങിയത് രക്തം കൊണ്ടാണ്. ആ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി. എന്ത് ചെയ്തു കർത്താവെ? നമ്മളെ ഒരുമിച്ച് ചേർത്തു, ഒരപ്പന്റെ മക്കളാക്കി. ഒരു കുടുംബത്തിൽ നിങ്ങൾക്കറിയാം, സഭയിലൊക്കെ സോഷ്യലിസമൊക്കെ ഒത്തിരി പേര് പ്രസംഗിക്കുമ്പോൾ യഥാർത്ഥമായി ആമേൻ നമ്മുടെ സഭയിലാണ് യഥാർത്ഥ സോഷ്യലിസം നടക്കുന്നത്. എല്ലാ ജാതികളും എല്ലാ മതങ്ങളും പെട്ട ആളുകൾ മാനസാന്തരപ്പെട്ട് വന്നാൽ ഒരുമിച്ച് ഒരു അപ്പത്തിന്റെ അംശമല്ലാകുന്നത് സഭകളിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പറയാറുണ്ട്, പക്ഷെ പ്രാവർത്തികമാക്കാറില്ല. വിവിധ ജാതി നോഹയുടെ പട്ടകം പോലെ വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ഒരേ അപ്പത്തെ കഴിക്കുകയും ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുന്നത് ഈ വിശ്വാസ സഭകളിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഹൈറാർക്കിയായിട്ടുള്ള സഭകളിലെ പള്ളിയിലൊക്കെ വേറെ വെളിയിൽ നേരം ചേർക്കാറില്ല. അഥവാ ചേർത്താലും പ്രത്യേക പള്ളി വേറെ ഉണ്ടാക്കിയ പതിവുള്ളൂ. പക്ഷെ നമ്മുടെ സഭകളിലൊക്കെ എല്ലാ ജാതികളും ഒരുമിച്ച് ചേർക്കുന്നു യേശു വരുത്തതിൽ വന്നവര്. എന്താ അതിന്റെ കാരണം? സാത്താനെ അടിമച്ചന്തീന്ന് കർത്താവ് നമ്മൾ വിലയ്ക്ക് വാങ്ങി. ഇനിയിപ്പോൾ ജാതി, രാഷ്ട്രീയ, സാമൂഹ്യ മതശക്തികളോ മത വ്യവഹാരങ്ങളോ അതിനെ തടസ്സമായി നിൽക്കുന്നില്ല. നമ്മളെല്ലാം ഒരപ്പന്റെ മക്കളാണ്, ഒരപ്പത്തിന് കഴിക്കുന്നവരാണ്. അതാണ് കർത്തൃമേശ, ഒരേ പാനപാത്രം, ഒരേ അപ്പം. നമ്മൾ പോകുന്ന ഒരേ സ്ഥലത്തേക്കാണ്. സ്വർഗത്തിൽ കമ്പാർട്ട്മെന്റുകളും ഇല്ല. അത് പ്രത്യേകം മനസ്സിലായിക്കൊള്ളണം.
അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ പാപത്തിന്റെ ഒരു മോചനം ഉണ്ടായി നമ്മൾ യേശുവിന്റെ മകനും മകളുമായി തീരുന്ന പ്രത്യേക പ്രക്രിയയാണത്. അതാണ് സത്യം പറയുമ്പോൾ സത്യം നമ്മളെ സ്വന്തരാക്കുക എന്ന് പറയുന്നത്. ഒന്നാമതായി നമ്മളെ സ്വാതന്ത്ര്യമാക്കുന്ന പാപത്തിൽ നിന്നാണ്. ഇതിനെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള, പാപത്തിൽ നിന്നുള്ള യഥാർത്ഥമായ സ്വാതന്ത്ര്യം ലഭിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ വൈദ്യശുശ്രൂഷയിൽ നിങ്ങൾക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഈ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇത് പണമുണ്ടാക്കാനോ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല. ഞങ്ങൾ ഇത്ര തിരക്കേറിയ സമയത്തെ നടുവിൽ ഞങ്ങൾ ഓരോ വാക്കും നിങ്ങൾക്ക് വേണ്ടി എഴുതി വിടുന്നത് നിങ്ങളെ തിരിച്ചു പിടിക്കാനാണ്. സാത്താന്റെ അടിമച്ചതിൽ തിരിച്ചു പിടിക്കാനാണ്. വെടിയുമ്പത്തിൽ അപ്പന്റെ ഭവനത്തിലൊക്കെ മടങ്ങി വന്നതുപോലെ നിങ്ങൾ തിരിച്ചു പിടിക്കാനാണ്. നമ്മളൊരു ഇവിടുത്തെ ലോക ജീവിതം 70 വർഷം ഏറിയാൽ 80, അത് കഴിഞ്ഞ് നമ്മളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. പക്ഷേ ഈ 80 വർഷത്തെ ജീവിതത്തിന് വേണ്ടി അല്ല ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത്. അമ്മ നിങ്ങൾക്കറിയാം, ഈ ഡ്രാമ നടക്കുമ്പോൾ, ആക്ഷൻ നടക്കുമ്പോൾ അതിന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് സ്റ്റേജിലേക്ക് വരുന്നത്. ദീർഘമായ പ്രാക്ടീസ് കഴിഞ്ഞാൽ സ്റ്റേജിൽ ഒരു ആക്ട് ചെയ്യാൻ വരുന്നത്. ഇതുപോലെ ലോകമാകുന്ന സ്റ്റേജിലുള്ള നമ്മുടെ ആക്ഷൻ, നമ്മുടെ ഒരുക്കമാണ് നിത്യതയ്ക്കുള്ള ഒരുക്കം. ഇതൊരു ആക്ഷൻ മാത്രമേ ഉള്ളൂ. നിത്യതയാണ് ഏറ്റവും വലുത്. നിത്യതയെക്കുറിച്ച് ചിന്തിക്കാത്തവർ വെറും മണ്ടന്മാരാണ്. ഈ ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നെങ്കിൽ നമ്മളെ പോലെ ഹതഭാഗ്യർ വേറെ ആരുമില്ല. വയനാട്ടിലെ ഈ ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടല്, നൂറുകണക്കിന് രാത്രി സുഖമായി ഉറങ്ങാൻ കിടന്ന മനുഷ്യര് നേരം എടുത്തപ്പോൾ ശവമായി മാറിയിരിക്കുന്നു. അവരുടെ ജീവിതങ്ങൾക്ക് ഒന്നുമില്ലാതായി മാറിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ദൈവത്തെ അറിയുന്ന മാത്രമേ മിച്ചമുള്ളൂ. ഗ്യാരണ്ടി ഇല്ല, ഒന്നിനും ഗ്യാരണ്ടി ഇല്ല. നമ്മുടെ ശരീരത്തിന് ഗ്യാരണ്ടി ഇല്ല. നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ടിവിക്കും ഫ്രിഡ്ജിനും ഗ്യാരണ്ടി ഇല്ല. 10 രൂപ കൊടുത്ത് ഒരു ബക്കറ്റ് വാങ്ങിയാൽ, ഒരു മഗ് മേടിച്ചാലും അതിന് ഇന്ന് ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി ഇല്ലാത്ത സാധനം നമ്മുടെ ജീവനാ. പുറത്തോട്ട് ശ്വാസം അകത്തോട്ട് വലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെ പിന്നെ വിളിക്കുന്നത് ശവമെന്നാണ് വിളിക്കുന്നത്, പേര് പോലും വിളിക്കത്തില്ല. അപ്പോൾ ഇവിടെ കാണുന്നില്ല താൽക്കാലം. ഇവിടുത്തെ ബാങ്ക് ബാലൻസ്, ഇവിടുത്തെ ATM കാർഡും, ഇവിടുത്തെ കാറും, ഇവിടുത്തെ വീടും ഒക്കെ നമുക്ക് ഒന്നുമില്ലെന്ന് മനസ്സിലാക്കാൻ തിരിച്ചറിവുണ്ടായിരിക്കണം. ഒരു മനുഷ്യൻ പറഞ്ഞ ഉപം നമുക്ക് എല്ലാവർക്കും അറിയാം. അവന്റെ കളപ്പുറമെല്ലാം നിറഞ്ഞു തുളിക്കുമ്പോൾ അവൻ പറയാൻ, ഞാനിത് കളപ്പുരയോട് കൂട്ടും, ഞാൻ തിന്നും കുടിക്കും, ഞാൻ ആനന്ദിക്കും. ദൈവം അതുവരെ മിണ്ടിയില്ല. ദൈവം പറയുന്ന അവസാനത്തെ ഒരു ചോദ്യമുണ്ട്, മൂഢാ, ഇന്ന് രാത്രി നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഏതു വലിയ സമ്പന്നനെയും ദൈവം വിളിക്കുന്നത് മൂഢ എന്നാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്ന പേര് ഞാൻ ഇത് മീഡിയ ഞാൻ പറയുന്നില്ല, പറയാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പറയുന്നില്ല. ഏറ്റവും വലിയ ഈ ലോകത്തെ ഇന്നുള്ളതിൽ വെച്ച് 100 ശതകോടീശ്വരന്മാരുടെ പേരെടുത്തിട്ട് അവര് പേര് പറഞ്ഞിട്ടും ദൈവം പറയുന്നൊരു പേരുണ്ട്, മൂടാന്ന് ഇവരെ വിളിക്കത്തുള്ളൂ. കാരണം ഒരു ഒരുക്കി വെച്ചത് ആർക്കാകും? പ്രിയമുള്ളവരെ, ആ ചെയ്ത് നമ്മളെ ഭരിക്കണം. നമുക്കുള്ളതൊന്നും നമുക്കുള്ളതല്ല. നമ്മളെ കെയർടേക്കേഴ്സാണ്. നമ്മളെ നോക്കാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുന്നതാണ്. ചില ആൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് സീറ്റ് കിട്ടിയാൽ പിന്നെ അവരെ പൊരുന്നക്കോഴി ഇരിക്കുന്നവരോട് ഇരിക്കുന്നത്. ഇടത്ത് മറത്ത് ഇരിക്കുന്ന ആളെ ഇരുത്തത്തുമില്ല, ആരും വന്നാൽ നിൽക്കുന്നവരെ ഇരുത്താൻ സഹായിക്കത്തില്ല, ഒന്നും ഒതുങ്ങിയിരിക്കത്തില്ല. അവരെ വിചാരം അവരുടെ സീറ്റാണിത്, അവരാണ് ഈ സീറ്റ് സ്ഥിരം ഇരിക്കാൻ പോകുന്നത്. അങ്ങനെയല്ല. തിരുവനന്തപുരത്ത് തിരുവില്ലേക്ക് ടിക്കറ്റ് എടുത്ത് തിരുവില്ല വരുമ്പോൾ ടിക്കറ്റ് കാലാവധി കഴിയുമ്പോൾ ഇറങ്ങി നോക്കത്തുള്ളൂ, പിന്നെ അടുത്ത ആളായിരിക്കുന്നത്. ലോകത്തിന്റെ ഈ യാത്രയിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമുക്കൊരു സമയം വെച്ചിരിക്കുകയാണ്. ആ സമയം നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കത്തുള്ളൂ. ആർക്കും നമുക്ക് എന്നെ തെരുമ്പാട്ടിരിക്കാനൊക്കത്തില്ല. പണ്ട് രാജാവ് ഉദ്യാനത്തിൽ ഇരിക്കുമ്പോൾ രാജാവ് സിംഹാസനത്തിൽ 14 വയസ്സുള്ള പയ്യൻ കയറിയിരുന്നു. രാജാവ് തിരിച്ചു വന്നപ്പോൾ രാജാവ് സിംഹാസനത്തിൽ പയ്യൻ കയറിയിരിക്കുന്നു. അവൻ നോക്കിയപ്പോൾ സീറ്റ് കൊണ്ട് അവൻ കയറിയിരുന്നു, അത്രേ ഉള്ളൂ. രാജാവ് വന്നപ്പോൾ അംഗരക്ഷന്മാർ കയറി അവനെ പിടിച്ചു. നിന്നോട് ആറ് പറഞ്ഞത് രാജാവ് സിംഹാസനത്തിൽ കയറിയിരിക്കാൻ? അവൻ ചോദിച്ചു, രാജാവെ ഒരു ചോദ്യം മിടുക്കനാ പയ്യൻ. രാജാവെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ സിംഹാസനത്തിൽ അങ്ങിരിക്കുന്നതിന് മുമ്പ് വേറെ ആരാ ഇരുന്നേ? എന്റെ അപ്പനായിരുന്നേ. അവയോ അങ്ങയുടെ അപ്പൻ ഇരിക്കുന്നതിന് വേറെ ഇരുന്നേ? അതെന്റെ വല്യപ്പനായിരുന്നേ. അതിനു മുമ്പോ അത് എന്റെ അപ്പന്റെ അപ്പനായിരുന്നു. ഈ പയ്യൻ പറഞ്ഞു, രാജാവ് ഇത് ആരുടെയും സ്ഥിരമല്ല. വല്യപ്പൻ ഇരുന്നു, പിന്നെ അപ്പൻ ഇരുന്നു, ഇപ്പം രാജാവ് ഇരിക്കുന്നു. രാജാവ് മരിച്ചപ്പോൾ രാജാവിന് മോൻ കയറിയിരിക്കും, മാറി മാറി ഇരിക്കുക. ആർക്കും ഈ സിംഹാസനം സ്ഥിരമല്ല. അടവാള് കേട്ടപ്പോൾ ഞാനിവിടെ കയറിയിരുന്നെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പയ്യൻ പറഞ്ഞു. അതാണ് സത്യം. ഇവിടെ നമുക്കൊന്നും സ്വന്തമായിട്ടില്ല. നമുക്കെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. എല്ലാം ദൈവം നമുക്ക് വേണ്ടി സൂക്ഷിക്കാനും കരുതാനും ഉപയോഗിക്കാനും ദൈവം തന്നാണെന്ന് മനസ്സിലാക്കണം. ലോകജീവിതം പിന്നെ വെള്ളത്തിൽ വെച്ച വര പോലെയുള്ളെന്ന് ഓർക്കണം. നമ്മുടെ ആത്മാവ് എമ്പങ്ങളുടെ പർദീസിലേക്ക് പറന്നു പോകണമെങ്കിൽ യേശുവിൽ ജീവിക്കണം, യേശുവിൽ ചരിക്കണം, യേശുവിൽ വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസമാണ് നമ്മളെ വലുതാക്കി തീർക്കുന്നത്.
ഇന്നത്തെ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ സമയമായി. ഒരു കാര്യമേ ഞാൻ ആകെ പറഞ്ഞില്ല. പാപത്തിനുള്ള സ്വാതന്ത്ര്യം ഇനിയും ഒത്തിരി സ്വാതന്ത്ര്യങ്ങൾ പുറകെ ഉണ്ട്. അത് പറയാനിപ്പോൾ ഞാൻ സമയം എടുക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സ്വാതന്ത്ര്യമുണ്ടോ? നിങ്ങളെ പറ്റി സ്വസ്ഥതയുണ്ടോ? നിങ്ങളുടെ ഏത് കാര്യത്തിലാണ് ഭാരപ്പെട്ടിരിക്കുന്നത്? ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയെ നിങ്ങൾക്ക് ജീവൻ തരാൻ, ധൈര്യം തരാൻ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കത്താൻ കഴിയും. വഴിപിഴിച്ച തലമുറയാണോ നിങ്ങളുടെ ഭാരം? കുടുംബജീവിതത്തിന് തകർച്ചയാണോ നിങ്ങളുടെ ഭാരം? കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാത്തതാണോ നിങ്ങളുടെ ഭാരം? ബിസിനസ് തകർന്നതാണോ നിങ്ങളുടെ ഭാരം? എന്താ നിങ്ങളുടെ ഭാരം? ജീവിതത്തിൽ കിടപ്പ് രോഗികളായി നിങ്ങൾ മാറിയിരിക്കുകയാണോ? ആശ കൈവിട്ടവരാണോ? എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരാണോ? എല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണോ നിങ്ങളുടെ ജീവിതത്തിൽ? ഒത്തിരി പ്രതീക്ഷകളുമായി നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നു. പക്ഷേ ഇപ്പോൾ പ്രതീക്ഷയ്ക്ക് ഉയരാൻ കഴിയാതെ നിങ്ങളുടെ വട്ടപൂജ്യമായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു വീട്ടിൽ ഒതുങ്ങിപ്പോയൊരു അനുഭവമല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. എനിക്ക് ജീവിതം വേണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള ചിന്ത. ഇന്നത്തെ പേപ്പറിൻ്റെ ഒരു വാർത്ത കണ്ടു. ഒരു സ്ത്രീയെ ഒരു മനുഷ്യർ വെട്ടി, സ്വന്തം ഭാര്യയെ വെട്ടിയിട്ട് അവൾ മരിച്ചു എന്ന് വിചാരിച്ച് ഓടിപ്പോയി റബ്ബറിന്റെ കമ്പയിൽ തൂങ്ങിച്ചത്തി കളഞ്ഞു. മനുഷ്യൻ ആത്മഹത്യയിലേക്ക് നീങ്ങിയാണ്. സാക്ഷരതയുടെ ഏറ്റവും മുമ്പിൽ സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. പക്ഷെ ദുഃഖത്തോട് പറയുകയാണ്, ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം കൊച്ചു കേരളമാണ്. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, പ്രശസ്തി ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ കാര്യങ്ങളെ നേരിടാൻ കഴിവില്ല, ജീവിതം അവസാനിപ്പിക്കുക, മനുഷ്യരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു കാര്യങ്ങളെ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ, ജീവിച്ചേ പറ്റൂ. നിങ്ങളിത് മാരക രോഗങ്ങൾക്ക് അടിമകളാണോ? സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? മനസ്സമാധാനമില്ലാത്ത അവസ്ഥകളാണോ? എല്ലാവരും കൈവിട്ട അവസ്ഥകളാണോ? എല്ലാം മൈനസ് ആണോ? നിങ്ങളെല്ലാം പ്ലസ് ആക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഞങ്ങളൊക്കെ അങ്ങനെ അനുഭവമുള്ളവരാണ്. ഈ വീഡിയോ എടുക്കാൻ വന്നവരും പ്രസംഗിക്കുന്ന ഞാനും അമ്മയെ കേൾക്കുന്ന നിങ്ങളും ഒക്കെ ഒരേ കാറ്റഗറി പെട്ടവരാണ്. ഒരു കാലത്തെ എല്ലാം തകിടും മറിഞ്ഞവരാണ്. യേശുവിനെ അറിഞ്ഞതിന് മാത്രമാണ് മിച്ചമുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, സത്യം അറിയണം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുക. ഏതെങ്കിലും ഇഷ്യൂസിൽ നിങ്ങൾ ഭാരപ്പെട്ടാണ് ഇത് കേൾക്കുന്നുണ്ട്, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ തൊടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം പൗരുഷൻ TV ചാനലിൽ നിരന്തരമായി ദൈവം പ്രസംഗിക്കുന്ന ഒരു മാസ്റ്ററാണ് ഞാൻ. കോവിഡിന്റെ സമയത്തൊക്കെ ധാരാളം ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചത് ഒരു അനുഭവമാണ്. ഒരു പ്രസംഗത്തിന് അപ്പുറത്താകട്ടെ ജീവിതം അവസാനിപ്പിക്കാൻ പോയവരൊക്കെ തിരിച്ചു പിടിച്ച ഒത്തിരി സംഭവങ്ങളുണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ തന്നെ സൗഖ്യമായി ഒത്തിരി അനുഭവങ്ങളുടെ പറയാനുണ്ട്. ഓൺലൈൻ മീഡിയ എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. നമ്മൾ ഒരിക്കലും കാണാത്ത കേൾക്കാത്ത ആളുകളൊക്കെ ക്രിസ്തുവിലേക്ക് മടങ്ങി വരുന്നതും അവരെ പിന്നെ നേരിട്ട് കാണുന്നതും കല്യാണത്തിനും അടക്കത്തിനൊക്കെ പോകുമ്പോൾ അവരെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ, ഈ മീഡിയയിൽ കാണുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ മെസ്സേജ് അവസാനിപ്പിച്ച് പറയാനുള്ളത്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ വചനം വായിക്കണം, പഠിക്കണം, ദൈവത്തെ അറിയണം, ദൈവത്തിന്റെ വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. നിങ്ങൾ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഇവിടെ കാണുന്ന പോലെ തന്നെ നിങ്ങളെ നിത്യതയും കാണുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. Then you will know the truth. Truth will set you free. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യട്ടെ. യഥാർത്ഥ സത്യം ജീസസ് ക്രൈസ്റ്റ് ആണ്, യേശുവാണ്. ആ യേശുവിനെ അംഗീകരിക്കാൻ മടി കാണിക്കല്ലേ. ഏത് ജാതിയായാലും ശരി, ഏത് മതമായാലും ശരി, ഞങ്ങൾക്ക് വിഷയമല്ല. മനുഷ്യനാണോ? മനുഷ്യർക്ക് വേണ്ടിയുള്ള ഏകരക്ഷകൻ, ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമാണ്. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ സർവ്വശക്ത ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾക്ക് സമാധാനം സ്വസ്ഥതയും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.